നമ്മളിന്ന് ഉണ്ടാക്കുന്ന മത്തങ്ങ വിളയിച്ചതാണ്. ഇതിന് പഴയ തലമുറയുടെയൊക്കെ പ്രിയപ്പെട്ട പലഹാരമായിരുന്നു മത്തങ്ങ വിളയിച്ച. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: മത്തങ്ങ 500 ഗ്രാം മത്തങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ചെടുക്കണം ആദ്യമായിട്ട്. പിന്നെ അരി വറുത്ത് പൊടിക്കണം. ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ്. അത് 1 ഗ്ലാസ് അരിയുണ്ട്, നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കണം. 4 അച്ച ശർക്കര എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഉരുക്കിയെടുക്കണം. 1 കപ്പ് തേങ്ങ, 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് മത്തങ്ങ വിളയിക്കാൻ ആവശ്യമുള്ളത്. ആദ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. മത്തങ്ങയ്ക്ക് വളരെ കുറഞ്ഞ വേവ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ അരി വറുത്ത് പൊടിച്ചെടുക്കാനായിട്ട് സ്റ്റൗവിൽ ചീനിച്ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ആവശ്യത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കതിന് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. നമ്മുടെ അരി തണുത്തിട്ടുണ്ട്, നമുക്ക് മിക്സിയിലേക്ക് മാറ്റി നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിൽ മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് ചേർക്കേണ്ടത്. നമ്മൾ ചേർത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ആവശ്യമുണ്ടെന്ന്. നമുക്ക് നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് വറ്റി കിട്ടും. വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് മതി, നമുക്ക് ആവശ്യമുള്ളത് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൽ കിടന്ന് മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. 1 കപ്പ് തേങ്ങ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം ഞാനതിൽ 1 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി നോക്കുക. അതിൻ്റെ പാകം നോക്കിയതിന് ശേഷം കൂടുതൽ ചേർക്കുക. ഇതേ സമയം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന 2 ടീസ്പൂൺ ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ശർക്കര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിടെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തെടുക്കണം. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നാലും ഞാനത് വറുത്തെടുക്കുന്നുണ്ട് നെയ്യിൽ. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഓപ്ഷൻ. നമ്മുടെ മത്തങ്ങ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണ് മത്തങ്ങ വിളയിച്ചത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.